ചെക്ക് പോസ്റ്റിൽ നിന്നും മുൻപോട്ട് ഗമിക്കുമ്പോൾ ഒരു അരുവിയുണ്ട്. പാലത്തിന് മുകളിലൂടെ അത് കടക്കണം. ഈ സ്ഥലത്തെ പ്രാദേശികമായി ഗുസ്സാധാർ എന്നാണ് വിളിക്കുന്നത്. ഗുസ്സ ശക്തമായ പുല്ല് എന്നും ധാർ എന്നാൽ തിട്ട എന്നുമാണ് അർത്ഥം. വിവിധ പുഷ്പസസ്യങ്ങളാൽ സമ്പന്നമാണ് ഈ സ്ഥലം. താലിക്ട്രം, ഹെക്കേലിയ, വൈൽഡ് റോസ്, എറിഗൺ റോസ്, ഒറിജിയനം, സാക്സിഫ്രജ്, ഇനുല, ലഗുലേരിയ, ഹെലീന, ജെറേനിയം, മൊറീന, കോബ്ര ലില്ലി, തെർമോപോസിസ്, നയനോബ്ലോസം എന്നിങ്ങനെ മറ്റ് നിരവധി ഇനം പൂക്കൾ ഈ ഉസാറിലൂടെ നടക്കുമ്പോൾ കാണാം. പിന്നീട് പാത കട്ടിയുള്ള പൈൻ വനത്തിലൂടെയായി മാറുന്നു. കുറച്ചു ദൂരം കഴിഞ്ഞാൽ അത് പുഷ്പാവതി നദിക്ക് കുറുകെയുള്ള ഒരു ഇരുമ്പ് പാലത്തിലേക്ക് കയറുന്നു. 80കളിൽ ഇവിടെയായിരുന്നു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്. മൺസൂൺ സീസൺ ആയതിനാൽ നദി ശക്തമായി ഒഴുക്കുള്ളതായിരുന്നു. നീല പോപ്പീസ്, പ്രമുല റെഡി, വിയോള, ഷിങ്ക ഇമോഡി, സാക്സിഫ്രഗ, നോബിക്കോള, സൊസൂറിയ, ഫ്യൂസോറ്റ, ആൻഡ്രോസിസ്, സെനസിസ്, റൂബോസ്റ്റർ, റൂഫസ്, സൊളിഗാഡോ തുടങ്ങിയ നിരവധി വിലയേറിയ സസ്യങ്ങൾ നദിയുടെ ഇരകരകളിലുമായി ഇവിടെ കാണാം. പാലം കടന്ന് മുന്നോട്ട് നീങ്ങുമ്പോൾ ഒരു വലിയ കയറ്റത്തിന് ശേഷം വഴിയിൽ കല്ലുകൾ നിപതിക്കുന്ന ഒരു പ്രദേശം വരുന്നു. പ്രാദേശികമായി ദ്വാരിപേറ എന്നാണ് അറിയപ്പെടുന്നത് ഈ സ്ഥലം. പേറ എന്നാൽ കല്ല് വീഴുന്നിടം എന്നാണ് അർത്ഥം. ഇതിലൂടെയുള്ള യാത്ര മഴയുള്ള ദിവസങ്ങളിൽ ഒട്ടും സുരക്ഷിതമല്ല. തലേ ദിവസത്തെ പോലെ മഴ അന്നുണ്ടായിരുന്നില്ല. അതിനാൽ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. ഈ പ്രദേശം അനാഫാസിസ്, ഉൾട്ടീരിയ, പെഡിക്യുലറിസ് തുടങ്ങിയ സുന്ദരങ്ങളായ പുഷ്പങ്ങളാൽ നിറഞ്ഞതാണ്. 3 കിലോമീറ്റർ മുകളിലേക്ക് നടന്ന് ഒരു തടിപ്പാലം കടന്നാൽ ഒരു വലിയ പാറയ്ക്കടുത്തെത്താം. ഇവിടം താഴ്വരയുടെ ആരംഭമാണ്. ഹനുമാൻ ചട്ടിയിലേക്കുള്ള ട്രക്ക് യാത്രയുടെ ആരംഭം ഇവിടെ നിന്നുമാണ്. 1931 ആദ്യ സന്ദർശന വേളയിൽ ഫ്രാങ്ക് എസ് സ്മിത്തും മൗണ്ട് കാമറ്റും സംഘവും യാത്ര ചെയ്ത പാതയാണ് ഇത്. ബാമൻധർ എന്ന ഇതിനടുത്തായി തണുത്തതും തെളിഞ്ഞതുമായ വെള്ളമൊഴുകുന്ന ഒരു അരുവിയുണ്ട്. ധാതു സമ്പുഷ്ടമായ താഴ്വരയിലെ നിരവധി ഔഷധ സസ്യങ്ങളുടെ വേരുകളിലൂടെ ഒഴുകിയെത്തുന്ന ഇതിലെ ജലം പാനം ചെയ്യുന്നത് യാത്രികരിൽ ഉന്മേഷം നിറയ്ക്കുന്നു. ഞങ്ങൾ കുപ്പികൾ നിറച്ചുകൊണ്ട് യാത്ര തുടർന്നു. ബമാൻധറിൽ ഹിമാലയൻ ബൽസത്തിന്റെ വലിയ കൂട്ടങ്ങളുണ്ട്. ഇത് താഴ്വരയിലെ ഏറ്റവും പ്രചാരത്തിലുള്ള പുഷ്പമാണ്. താഴ്വരയുടെ വിശാലത മനോഹരമാണ്. പൂക്കളുടെ ഈ കോളനിയിൽ നിരവധി വ്യത്യസ്ത ഇനങ്ങളുണ്ട്. കൂടുതൽ ശ്രദ്ധിക്കും തോറും കൂടുതൽ ഇനങ്ങൾ കണ്ടെത്താം. ഉയരത്തിൽ പൊങ്ങി നിൽക്കുന്ന റോബസ്റ്റ് പുഷ്പങ്ങളെ ഇവിടെ കാണാം. ഇത്തരം ഔഷധഗുണമുള്ള പുഷ്പങ്ങളുടെ സാന്നിധ്യം അവയുടെ നിഗൂഢ സുഗന്ധം കാരണം എളുപ്പത്തിൽ അനുഭവപ്പെടും. ലാർജ് ബെൽ പുഷ്പം എന്ന് പൊതുവായി അറിയപ്പെടുന്ന കമ്പാനുല ലാറ്റിഫോളിയ കടും നീലനിറമുള്ള വയലറ്റ് ദളങ്ങളും ആകൃതിയും കാരണം എളുപ്പത്തിൽ തിരിച്ചറിയാനാകും. 300 മീറ്ററോളം ദൂരം സഞ്ചരിച്ച ശേഷം സയനന്തസ്, തൈമസ്, ലിലിയം, നോർഡോസ്റ്റാറ്റിച്ച്, കാൽത്താപാട്രിക്സ്, ഡെക്സ്റ്റലോറിയ, ഹതഗിരിയ, അനെമോൺ, അല്ലിയം തുടങ്ങി നിരവധി മനോഹരമായ പുഷ്പങ്ങൾ കാണുന്നു. ബമാൻധറിൽ നിന്നും 500 മീറ്റർ അകലെ അടുത്ത അരുവിയുടെ ഇടത്തുവശത്ത് കയറ്റം കയറിയാൽ നല്ല ഓർക്കിഡുകളെ കണ്ടെത്താം. ലേഡി സ്ലിപ്പർ ഓർക്കിഡ്, അതായത് സെപ്രിപ്രീഡിയം ഹിമാലികം, ആസ്റ്റർ ഡിപ്ലോസെസ്റ്റോഫോയിഡുകളും
കടുത്ത നിറമുള്ള മൊറീന, ലാംഗിഫോളിയ തുടങ്ങിയവയും ഈ ഭാഗത്ത് കാണാം. അരുവി മുറിച്ചു കടന്ന് നടപ്പാത പിന്തുടർന്ന് കുറച്ചു മുന്നോട്ട് നീങ്ങിയാൽ സൈനന്തസ്, ലോബോട്ടോസ്, കോറിഡാലിസ്, കഷ്മിലിയാന, അല്ലിയം, ഫ്യൂമിൽ ഇങ്ങനെയുള്ള പൂക്കൾ കാണാം. കൂടാതെ ഈ ഭാഗത്ത് നിലത്തും പാറകളിലും പറ്റിപ്പിടിച്ച് അടുക്കടുക്കായി വളരുന്ന യൂക്കാലിപ്സിന്റെ ഗന്ധമുള്ള ഔഷധസസ്യമായ ബദരിക ചെടികളും കണ്ടു. ഗാൽത്തിരിയ ട്രൈക്കോഫില്ല എന്ന് വിളിക്കപ്പെടുന്ന ഇവ ചുമയ്ക്കും ജലദോഷത്തിനും ഉള്ള നല്ല മരുന്നാണ്. ഇതിന്റെ ചുവന്ന നിറത്തിലുള്ള ചെറിയ പഴങ്ങൾ ചെറുമധുരമുള്ളവയാണ്. ബദരിക ധാരാളമായി കാണുന്നതിനാലാണ് മോക്ഷധാമത്തിന് ബദരികാവനം എന്ന് പേര് വന്നത് തന്നെ. ഇതിനുശേഷം വീണ്ടും കാണുന്ന അരുവിയുടെ മറുവശത്ത് വിഷപ്പൂച്ചെടികളുണ്ട്. അക്കോണിറ്റം എന്ന ഇത് ആകർഷകമായ പാറ്റേണും നീലനിറവുമുള്ള പൂക്കളാണ്. മുന്നോട്ട് നീങ്ങുമ്പോൾ മറ്റൊരു അരുവിയുണ്ട്. അതിന്റെ കരയിൽ എപ്പിലോബിയം ലാറ്റിഫോളിയ വളരുന്നു. കൂടുതലും അരുവികൾക്കടുത്തുള്ള നനഞ്ഞ മൈതാനങ്ങളിൽ ഈ പുഷ്പച്ചെടി ധാരാളമായി കാണാം. കൂടാതെ മാർഗരറ്റ് ലഗിയുടെ ശവക്കുഴിയുടെ ദിശ സൂചിപ്പിക്കുന്ന ഒരു ചിഹ്നവും ഇവിടെയുണ്ട്. ഇതിനടുത്തായുള്ള താഴ്ന്ന മൈതാനങ്ങളിൽ കമ്പിളി പോലെ മൃദുവായ വെളുത്ത പൂക്കളുള്ള ചെടികളെ കാണാം. ഇവയാണ് പ്രസിദ്ധമായ ആൾഡിവിസ്. നിർദ്ദിഷ്ടപാത എല്ലായ്പ്പോഴും അന്ധമായി പിന്തുടരുന്നതിൽ കാര്യമില്ലല്ലോ. അതിനാൽ ഞങ്ങൾ താഴ്വരയുടെ ചുവരുകളിലേക്ക് അല്പം നീങ്ങി. ഇവിടെ വളരെ ചെറുതും മനോഹരമായ ധാരാളം പുഷ്പങ്ങൾ കാണാം. വളരെ ചെറുതായവ സാധാരണ ക്യാമറയിൽ പകർത്താൻ വളരെ പ്രയാസമാണ്. അതിനാൽ നല്ല മൈക്രോ ലെൻസ് ക്യാമറകൾ ആവശ്യമാണ്. എന്നാൽ ഇത്തരം പുഷ്പങ്ങളിൽ വ്യക്തമായ നിറങ്ങളുടെ പാറ്റേണും സൗന്ദര്യവും നഗ്നനേത്രങ്ങളാൽ കാണാൻ സാധിക്കും. തുടർന്ന് പൊട്ടൻറ്റില്ലയും പോളിഗോണും ഉൾക്കൊള്ളുന്ന ഒരു വലിയ സമതലത്തിലൂടെ സഞ്ചരിച്ച ശേഷം ഹുർജ് വനം വരെ എത്തിച്ചേർന്നു. ഈ ബിർച്ച് വനം സമീപകാലത്ത് ഉണ്ടാക്കപ്പെട്ട ഒന്നാണ്. ഹിമപാതം പിൻവാങ്ങിയ ഭാഗത്ത് വളരുന്ന ചെറിയ മരങ്ങളാണ് ഇവിടെ ഉള്ളത്. കല്ലുപാത പിന്തുടർന്ന് പാറക്കെട്ട് കടന്ന് പുഷ്പാവതി നദീതീരത്തിന് സമീപം എത്തിച്ചേർന്ന ഞങ്ങൾ നദീതടത്തിലൂടെ പിങ്ക് നിറത്തിൽ എപ്പിലോബിയം പുഷ്പത്തിൽ നിറഞ്ഞ ഒരു സ്ഥലത്ത് പ്രാദേശിക പേര് സ്യൂചന്ദ് എന്നാണ്. ഇവിടെയാണ് താഴ്വരയുടെ മികച്ച ഭാഗമായി തോന്നിയത്. ആസ്വാദ്യമായ ഈ പ്രദേശത്തിന് തികച്ചും വ്യത്യസ്തമായ സ്വഭാവമുണ്ട്. ഇവിടെ നദീ സാമീപ്യമുണ്ട്, നല്ല ടെൻഡർ പുല്ലുകളുണ്ട്, ഐസ് പോലെ തണുത്ത വെള്ളം, എല്ലാത്തിനും ഉപരിയായി പിങ്ക്, മഞ്ഞ നിറങ്ങളിൽ ചിതറിക്കിടക്കുന്ന നിരവധി പൂക്കൾ. നിരവധി സഞ്ചാരികൾ പാറക്കെട്ട് കടന്ന് ഈ സ്ഥലത്തേക്ക് വരാറില്ല. ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ ഏറ്റവും മുന്നിൽ സഞ്ചരിച്ച ഞാനും ശ്രീകുമാറും മാത്രമാണ് ഇവിടം വരെ വന്നു ചേർന്നത്. പക്ഷേ ഇവിടെ തീർച്ചയായും എത്തുവാൻ ശ്രമിക്കണം. കാരണം ഇവിടെ എത്തിയാൽ മഹാനായ ചിത്രകാരന്റെ സ്വപ്രകൃതിയാകുന്ന ക്യാൻവാസത്തിൽ കോറിയിട്ട മഹത്തായ പെയിന്റിങ്ങിന്റെ നിറങ്ങൾ ആസ്വദിക്കാം. അനുവദനീയമായ സമയത്തിൽ എത്രയും നേരത്തെ തന്നെ നിങ്ങളുടെ ട്രക്ക് ആരംഭിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പ്രദേശങ്ങൾ സന്ദർശിക്കുവാൻ കഴിയും. കൂടുതൽ ഇനം പൂക്കൾ നിങ്ങൾക്ക് പര്യവേഷണം ചെയ്യാനും കാലം അതിക്രമിക്കാതെ തിരിച്ച് ഗാംഗരിയിലേക്ക് മടങ്ങാനും കഴിയും. കാഴ്ചയുടെ ഹൃദ്യത ഇവിടെ നിന്ന് പോകുവാൻ അനുവദിക്കുന്നില്ല എങ്കിലും മടക്കയാത്രയുടെ അനിവാര്യത ഞങ്ങൾ തിരികെ നടന്നു. സംഘാംഗങ്ങളെ വഴിയിൽ പലയിടങ്ങളിലായി കണ്ടെത്തി. അവരെയും കൂട്ടിക്കൊണ്ട് വാലിയുടെ ആദ്യ ഭാഗത്ത് എത്തിയപ്പോഴേക്കും ആകാശം മേഘാവൃതമായിരുന്നു. ശക്തമായ മൂടൽമഞ്ഞ് കാഴ്ചയെ ഹ്രസ്വമാക്കി. അവിടെയുള്ള വലിയ പാറകളുടെ അടിയിൽ ഇരുന്നു കൊണ്ട് കയ്യിൽ കരുതിയ ഉച്ചഭക്ഷണം കഴിക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. റൊട്ടി കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും മൂടൽമഞ്ഞ് അല്പം മാറി. അരുവിയിലെ ശുദ്ധജലവും കുടിച്ചിട്ട് ഞങ്ങൾ ഗാംഗരി ലക്ഷ്യമാക്കി തിരികെ നടന്നു. പുഷ്പങ്ങളുടെ താഴ്വരയിലെ ജൈവ വൈവിധ്യവും പുഷ്പസമ്പത്തും ലോകമെമ്പാടുമുള്ള അതിന്റെ ജനപ്രീതിയും 87.5 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണത്തിലുള്ള ദേശീയ ഉദ്യാനമായി നിശ്ചയിക്കുവാൻ ഉത്തർപ്രദേശ് സർക്കാരിനെ പ്രേരിപ്പിച്ചു. ഉത്തർപ്രദേശ് സർക്കാർ സ്വീകരിച്ച ഈ നടപടി മുഴുവൻ ഭ്യൂണ്ടർ താഴ്വരയും അതിന്റെ സമഗ്രതയും അതിന്റെ പുഷ്പ വൈവിധ്യവും സംരക്ഷിക്കുന്നതിനായി ഇത് ഉത്തമമായി തീർന്നു. ദേശീയ ഉദ്യാനത്തിന്റെ വിശദമായ പാരിസ്ഥിതിക പഠനം
1993-94 ചിട്ടയ പ്രവർത്തനങ്ങളോടെ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ മൊണ്ടർ ഗ്രാൻഡ്സ്ലൻഡ് എന്ന ദീർഘകാല പ്രോജക്ടിന്റെ ഭാഗമായി ഡോക്ടർ CP കല ഏറ്റെടുത്തു. പാർക്കിലെ പ്രകൃതിദത്തമായ ഭൂവിനിയോഗ വിതരണത്തിനെക്കുറിച്ച് പഠിക്കുവാൻ സാറ്റലൈറ്റ് ഇമേജർ ഉപയോഗിച്ചു. ചമോലി ജില്ലയിലുള്ള മൊത്തം ഭൂമിശാസ്ത്ര വിസ്തൃതിയുടെ 1.3% മാത്രമാണ് ദേശീയ ഉദ്യാനത്തിൽ ഉള്ളതെങ്കിലും അതിന്റെ സസ്യജാലങ്ങൾ 25% അടങ്ങിയിരിക്കുന്നു. ഈ ദേശീയ ഉദ്യാനത്തിൽ വാസ്കുലർ സസ്യങ്ങളുടെ 521 ഇനങ്ങളെ രേഖപ്പെടുത്തിയുണ്ടായിട്ടുണ്ട്. 72 കുടുംബങ്ങളും 248 വംശങ്ങളും ഉൾപ്പെടുന്നതാണ് ഈ ഇനങ്ങൾ. ഇതിൽ 472 എണ്ണങ്ങൾ ഔഷധ സസ്യങ്ങളും 41 എണ്ണങ്ങൾ കുറ്റിച്ചെടികളും 8 എണ്ണങ്ങൾ മരങ്ങളുമാണ്. ആകെ 499 എണ്ണം പൂച്ചെടികളുമുണ്ട്. 31 അപൂർവവും വംശനാശന ഭീഷണി നേരിടുന്നതുമായ സസ്യങ്ങളും 13 ഔഷധ സസ്യങ്ങളും താഴ്വരയിൽ കാണപ്പെടുന്നുണ്ട്. അപൂർവ സസ്യങ്ങളിൽ ഭൂരിഭാഗവും അസാധാരണമായ ആവാസ വ്യവസ്ഥകളായ പാറച്ചെരിവുകൾ, വനത്തിന്റെ അരികുകൾ, ചതുപ്പ് പുൽമേടുകൾ എന്നിവയിലാണ് വളരുന്നത്. നിയന്ത്രിത ആവാസ വ്യവസ്ഥകൾ, അവയുടെ ചെറിയ ജനസംഖ്യ, ഇടുങ്ങിയ വിതരണ പരിധി, സമീപകാലത്ത് ഔഷധത്തിനായി ആളുകൾ അമിതമായി ചൂഷണം ചെയ്യുന്നത് എന്നിങ്ങനെ ഇവകൾക്ക് ഭീഷണിയായിത്തീരുന്നു. താഴ്വരയിലെ മേഖലയിലെ വന്യജനങ്ങളുടെ സാന്ദ്രത വളരെ കുറവാണ്. ഹിമാലയത്തിന്റെ ഈ പ്രദേശങ്ങളിൽ ചെമ്മരിയാട്, കോലാട്, വരയാട്, എലികൾ, കീരികൾ, പറക്കുന്ന അണ്ണാൻ, കസ്തൂരിമാൻ, സിംഹവാലൻ കുരങ്ങ്, ചെന്നായ തുടങ്ങിയവയൊക്കെ കാണാറുണ്ട്. ഔദ്യോഗിക പക്ഷിയായ മൊണാൽ ഉൾപ്പെടെ 13 ഇനം പക്ഷിവർഗങ്ങളെയും വിവിധതരം പ്രാണികളെയും ചിത്രശലഭങ്ങളെയും നാഷണൽ പാർക്കിന്റെ പരിധിയിൽ കണ്ടെത്തിയിട്ടുണ്ട്. വാലിയിൽ നിന്നും മടങ്ങി ഗാംഘരിയിലെത്തിയ സംഘങ്ങൾ ചിലർക്ക് ബദരിനാഥനെ കൂടി ദർശിക്കണം എന്ന് ആഗ്രഹം. ഈ യാത്രയിൽ മുൻപ് ഉൾപ്പെടുത്തിയിട്ടില്ലാത്തതിനാലും ലാംബഗഡിലെ യാത്രാ തടസ്സം കാരണവും ബദരിനാഥിൽ പോയി വരുവാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് സൂരജ് പറഞ്ഞുവെങ്കിലും ഭൂരിഭാഗം പേർക്കും ബദരീശിനെ കണ്ടേ മതിയാവും. ഹേംകുണ്ട് യാത്ര ഒഴിവാക്കിയാലേ ബദരിക്ക് സമയം ലഭിക്കുകയുള്ളൂ. ചർച്ചയ്ക്കൊടുവിൽ അടുത്ത ദിവസം ഞാനും ശ്രീകുമാറും ഹേമകുണ്ടിലേക്ക് പോകുവാനും ബാക്കി എല്ലാവരും നാളെ തന്നെ ഗോവിന്ദഘാട്ടിലേക്ക് ട്രെക്ക് ചെയ്ത് അവിടെ നിന്നും ബദരിനാഥിലേക്ക് പോകുവാനും തീരുമാനിച്ചു.